വസല്ലം തങ്ങളോടുള്ള മഹബത്താണ്. ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ്. കുട്ടി ചെറുപ്പത്തിൽ നിന്ന് ഓരോരോ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നാവുകൾ വഴങ്ങി വരുമ്പോ ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സിനിമാ താരങ്ങളെ കുറിച്ചല്ല, ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ചല്ല, വെള്ളിത്തിരയിലെ പെണ്ണുങ്ങളെ കുറിച്ചല്ല. പിന്നെയോ എന്നെയും നിങ്ങളെയും പടക്കാൻ കാരണക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. എന്തേ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർത്ത് കരഞ്ഞതുപോലെ ലോകത്ത് ഒരാളും നമ്മളെ ഓർത്ത് കരഞ്ഞിട്ടില്ല. നമ്മുടെ ഉമ്മ കരഞ്ഞിട്ടില്ല, നമ്മുടെ ഉപ്പ കരഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ട് നടക്കുന്ന, ചങ്കുകളായിട്ട് കൂടെ നടക്കുന്ന നമ്മുടെ കൂട്ടുകാരന്മാരുണ്ടല്ലോ, എനിക്കെന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ അവൻ കാണുമെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ സ്വന്തം കൂട്ടുകാര് പോലും അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിച്ചതിന്റെ അപ്പുറത്തേക്ക് എത്തുകയില്ല. അതിന്റെ 1% പോലും എത്തൂല. എന്തേ കാരണം? ഏതൊരു ആളെ നമ്മൾ സ്നേഹിച്ചാലും ആ ആളുകൾക്കെല്ലാം വരാൻ പറ്റുന്നതിന്റെ പരമാവധി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഖബറിന്റെ ചാരത്താണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഖബറിന്റെ ഉള്ളിലും വരികയാണ്. കണ്ടില്ലേ നിങ്ങൾ? മഹാനായ അഹ്മദ് റിവാഹാനിൽ ബറൈൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഒരുപാട് ബൈത്തുകൾ ഉറുദുവിൽ എഴുതിയ മഹാനാണ്. നേരത്തെ ഷരീഫ് എഴുതിയ മഹാനാണ്. ആ അഹ്മദ് റിവാഹാനിൽ ബറൈൽവി തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് അവിടുത്തെ മുരീദന്മാരോട് വസിയ്യത്ത് ചെയ്യുകയാണ്. എന്തേ കാരണം? എൻ്റെ ഖബർ കുഴിക്കുമ്പോ അതാ ഞാൻ നിൽക്കാൻ ആയത്തിൽ ഉള്ള ഖബർ കുഴിക്കണം. മുരീദന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, എന്താണ് നിങ്ങൾ ഇങ്ങനെ വസിയ്യത്ത് ചെയ്യാനുള്ള കാരണം? അപ്പം മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ നിന്ന് എന്നോട് ചോദിക്കുമല്ലോ, ഇതാരാണെന്ന് ചോദിക്കുമല്ലോ. അപ്പൊ തങ്ങളെ കാണുമ്പോ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനാണ്. തങ്ങളെ കാണിക്കപ്പെടുമ്പോ തന്നെ അവിടുത്തെ അവമത്ത് കൊണ്ട്, അവിടുത്തെയോടുള്ള ബഹുമാനം കൊണ്ട് എനിക്ക് അങ്ങ് എഴുന്നേൽക്കാനാണ്. ഇത് മാത്രല്ല അവിടുത്തെ ഒരു മുരീദ് മഹാനായ അഹ്മദ് റിവാഹാനിൽ ബറൈൽവി തങ്ങളെ കാണാൻ വന്നു. ഇവിടത്തേക്ക് ഇന്ത്യയിലേക്ക് വന്നിട്ട് അഹ്മദ് റിവാഹാനിൽ ബറൈൽവി തങ്ങളോട് ചോദിച്ചു, അവിടുന്ന് പറയാം, ഉസ്താദേ, എന്റെ മോന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? അപ്പൊ പറഞ്ഞു, മദീനത്ത് നിന്ന് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ തിരിച്ചു ചോദിക്കുന്നു, പരിഹാരത്തിന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണോ വരുന്നത്? പരിഹാരം മൊത്തം അവിടെയല്ലുള്ളത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്യുക? സുബഹിക്ക് മുമ്പ് മദീനത്തെത്തിയാൽ സുബഹിക്ക് മുമ്പ് എന്ത് ചെയ്യുക? നല്ലൊരു വെള്ള തുണി എടുത്തിട്ട് നന്നായിട്ടത് നനയ്ക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ചാരത്തിട്ടില്ല.
റൗദയിൽ ചെന്നിട്ട് അവിടുത്തെ ഖബർ ഷരീഫിന്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ നിന്ന് തൂത്തങ്ങ് വൃത്തിയാക്കുക. അവിടുത്തെ റൗദ അങ്ങ് ആ തുണി കൊണ്ട് എന്ത് ചെയ്യുക, തുടച്ചങ്ങ് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, മകന്റെ കണ്ണിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തോ. മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടും എന്ന് പറഞ്ഞു. ആ മുരീദ് എന്ത് ചെയ്തു, മദീനത്തേക്ക് പോവുകയാണ്. എന്നിട്ടോ സുബഹിക്ക് മുമ്പ് റൗദ ഷരീഫിലേക്ക് കയറി. ശൈഖ് അവറുകൾ പറഞ്ഞതുപോലെ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കുട്ടിയുടെ കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് മാത്രമല്ല വഫാത്ത് കാലത്തും എത്രയോ ആളുകൾക്കാണ് എത്രയോ സംഭവങ്ങളാണ് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മുഅ്മിനീങ്ങളെ അവിടുത്തെയോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഇവിടെ നമ്മൾ ഒത്തുകൂടിയത്, ഇവിടെ ഞാൻ വരുന്നു എന്നതല്ല പ്രശസ്തി, നിങ്ങൾ ഒത്തുകൂടി എന്നുള്ളതല്ല പ്രശസ്തി, അൽ മദീനത്തുൽ ഗൗസിയ സംഘടിപ്പിച്ചു എന്നുള്ളതല്ല പ്രശസ്തി. പിന്നെയോ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയത്, ഇങ്ങനെ എല്ലാം ചെയ്തു വെച്ചത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാനാണ് അൽ മദീനത്തുൽ ഗൗസിയ ഇവിടെ സംഘടിപ്പിച്ചത്. നമുക്കെന്തെങ്കിലും പേര് കിട്ടാനില്ല, പ്രശസ്തി കിട്ടാനില്ല, ഉസ്താദിന് നേട്ടം കിട്ടാനില്ല, ശിഷ്യന്മാർക്ക് ഗുണം കിട്ടാനില്ല. പിന്നെയോ ലോക നേതാവ് സയ്യിദി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. അവിടുന്ന് ഇത് കാണുമ്പോ അവിടുത്തേക്ക് സന്തോഷമായാൽ അല്ലാഹുവിന് സന്തോഷം വന്നുപോയി. കാരണം അല്ലാഹു തആല നോക്കുന്നത് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്, തങ്ങളുടെ പ്രീതിയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. സൂറത്തുൽ മസദ് ഇറങ്ങാനുള്ള കാരണം സൂറത്തുൽ മസദിൽ അബൂ ലഹബിനെ ശപിച്ചുകൊണ്ട് അവന്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കാനുള്ള കാരണം അവൻ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അവൻ നോമ്പെടുക്കാത്തത് കൊണ്ടല്ല, അവൻ യാതൊരു വിധത്തിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്തെങ്കിലും അതിന്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ആദ്യമായി അല്ലാഹുവിന്റെ തൗഹീദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രചരിപ്പിക്കാൻ പോയ സമയത്ത് തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നീ നശിച്ചു പോകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി അവിടുന്ന് ആദ്യമായിട്ട് തങ്ങളോട് ശാപവർഷം ഇറക്കിയത് ആ അബൂ ലഹബാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അയാൾ കാലാകാലം നരകത്തിലാണ്. അയാൾ മാത്രമാണോ, അയാളുടെ ഭാര്യ ഉമ്മു ജമീലും അങ്ങനെ തന്നെ, അയാളുടെ മക്കളും അങ്ങനെ തന്നെ. അതൊരു വർഷത്തേക്കാണോ, ഒരു മാസത്തേക്കാണോ, നൂറ്റാണ്ടുകളൊക്കാണോ, എത്ര കാലം അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടോ അത്രയും കാലം അയാൾ നരകത്തിലാണ്. പക്ഷേ വേറൊരു സംഗതിയുണ്ട്, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അയാൾ അറിഞ്ഞു. ആരാണ് അറിയിച്ചു കൊടുത്തത്? അയാളുടെ അടിമ സുവൈബത്തുൽ അസ്ലമിയ എന്നവരാണ് അറിയിച്ചു കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്തു, ഇങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാഹ്ക്ക് ഒരാൺകുട്ടി ജനിച്ചിട്ടുണ്ട്. ഉടനെ ഇതങ്ങ് കേട്ടപ്പോ ഇത് വന്ന് പറഞ്ഞ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സന്തോഷം വന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടുന്ന് അയാൾ മോചിപ്പിക്കുകയാണ് ആ സഹോദരിയെ, ആ പെണ്ണിനെ. പിൽക്കാലത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഉമ്മ മുലയൂട്ടിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ. പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ മഹദിയെ, ആ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന പെണ്ണിനെ മോചിപ്പിച്ച ഒറ്റ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ നിന്ന് അബൂ ലഹബിന് കുറച്ച് ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്ന് കാണാം.
കാണാം പ്രിയപ്പെട്ടവരെ. അത് അബൂലഹബിന് അല്ലാഹു തആല കൊടുത്ത നിഅമത്താണെങ്കിൽ, അത് അബൂലഹബിന് അല്ലാഹു കൊടുത്തതാണെങ്കിൽ, സാധുക്കളായ നമ്മൾ ആ നബിയാണെന്ന് അംഗീകരിച്ച നമ്മൾ, ആ നബിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മൾ എത്രത്തോളം പ്രതീക്ഷ വെക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മളെ അല്ലാഹു തആല ജന്നാത്തുൻ നഈമിൽ ചേർത്തി തരട്ടെ. ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള ദുആ വസിയത്തും ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. നമ്മുടെ ഈ റാലിക്കും, ഇന്ന് നടന്ന വൈകിട്ട് നടന്ന റാലിക്കും, നാളെ നടക്കുന്ന കുട്ടികളുടെ പരിപാടിക്കും ഒക്കെ വേണ്ടിയിട്ട് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. ഇന്നത്തെ ചീരണി